വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ സീറ്റ് നേടാനാകുമോ? അതുപോലെ തന്നെ കൂടുതൽ പാർട്ടിയുടെ CPIഎമ്മിൻ്റെ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ മെച്ചപ്പെടുന്നതിന് ബംഗാളിൻ്റെ ഈ രാഷ്ട്രീയ കാലം ഇടവരുത്തിയിട്ടുണ്ടോ? അതുപോലെ കോൺഗ്രസ് CPIഎം സഹകരണത്തിൻ്റെ സാധ്യത, മറുഭാഗത്ത് തൃണമൂലും BJPയും ഒക്കെ ഉണ്ട്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഇടതു രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഇടത് കോൺഗ്രസ് സഹകരണത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ പര്യടനം നടത്തിയ, അവിടെ നിന്ന് നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത രാജേന്ദ്രൻ തന്നെയാണ് നമ്മളുമായി സംസാരിക്കാൻ പോകുന്നത്. ഏത് നിലയ്ക്കാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് രാജേന്ദ്രനിലൂടെ തന്നെ അറിയാം. ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു വരുമോ? അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ബംഗാളിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ആകെ ലഭിച്ചത് 7.5% വോട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും തിരിച്ചടിയുണ്ടായി. 5.73% വോട്ടാണ് ലഭിച്ചത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയൊരു കുതിച്ചുചാട്ടം, 14% വോട്ട് നേടി. ഇപ്പോൾ ഒരു 3 പ്രധാനപ്പെട്ട ഈ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. അതിൻ്റെ കാരണം അഴിമതിയാണ് പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ BJP അവിടെ ശക്തിപ്പെട്ടു. BJPയുടെ ശക്തി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിരന്തരം വർഗീയ സംഘർഷങ്ങളുണ്ടായി. ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നില്ല. ആ ഘട്ടത്തിൽ അഴിമതിയേ ഇല്ലായിരുന്നു, വർഗീയ സംഘർഷങ്ങളേ ഇല്ലായിരുന്നു. ബംഗാൾ ശാന്തമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുവരവിന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് സമീപകാലത്ത് സംഘടനാപരമായി ബംഗാളിൽ CPIഎം ശക്തിയാർജിച്ചു എന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷം ഇത്തവണ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ആകെയുള്ള 42 സീറ്റുകളിൽ 30 സീറ്റുകളിൽ ഇടതുപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നു, 12 സീറ്റുകളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസ് മറ്റു സീറ്റുകൾ ഇടതുപക്ഷ പാർട്ടികളെ പിന്തുണയ്ക്കുന്നു. ഈ 30 സീറ്റുകളിലെ 14 സീറ്റുകളും ചെറുപ്പക്കാരെയാണ് മത്സരിപ്പിക്കുന്നത്. അപ്പോൾ യുവജനങ്ങളെ ആകർഷിക്കാൻ CPIഎമ്മിന് സാധിക്കുന്നില്ല. ഈ CPIഎം സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള യുവജന വിദ്യാർത്ഥി സാന്നിധ്യം മറ്റു പാർട്ടികളിൽ നിന്നും വിഭിന്നമായി കാണാൻ സാധിക്കും. ഇത് വോട്ടായി മാറുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരിക്കലും തന്നെ വലിയ രീതിയിലുള്ളൊരു സീറ്റുകളുടെ എണ്ണത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് CPIഎം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സീറ്റുകൾ ഉണ്ടാവും. കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വോട്ടിംഗ് ശതമാനം എത്രയാണ് എന്നതായിരിക്കും നിർണായകമാവുക. ഒരു 20% വരെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIഎമ്മിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ബംഗാളിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം സംജാതമാവുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.